يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏറെ ദയാപരനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലിയോപോൾഡ് വെയ്സ് എന്ന ഒരു ജൂതൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നമ്മളുടെ ഈ നസീഹത്ത് ആരംഭിക്കുന്നത്. അദ്ദേഹം ഓഫീസ് വിട്ട് ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ്. യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേരം പോക്ക്, ഒരു ഹോബി, തൻ്റെ സഹയാത്രികരെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ബസ്സിൽ കയറിയാൽ, ഒരു ട്രെയിനിൽ കയറിയാലൊക്കെ അവിടെ ഒരുപാട് ആളുകളുണ്ടാവും. പലതരത്തിലുള്ള, പല പ്രായത്തിലുള്ള ആണും പെണ്ണുമായി ഒരുപാട് സഹയാത്രികർ നമുക്കുണ്ടാവും. അങ്ങനെ അദ്ദേഹം അവരെയെല്ലാം സസൂക്ഷ്മം അവരുടെ ഓരോ ചെറു ചലനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും പല ചിന്തകളിലാണ്, പല പ്രവർത്തനങ്ങളിലാണ്, പല ഭാവങ്ങളിലാണ്. അദ്ദേഹം പറയുന്നു, എല്ലാ മനുഷ്യരെയും ഞാൻ നോക്കുമ്പോൾ എല്ലാവരിലും ഒരു പൊതുവായ ഒരു ഭാവം എല്ലാവരിലും കാണാനുണ്ട്. ഞാൻ അടക്കം എല്ലാവരിലും ആ ഒരു ഭാവമുണ്ട്. പക്ഷെ എന്താണ് ആ ഭാവമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ എൻ്റെ സ്ഥലമെത്തി, ഞാൻ ട്രെയിനിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി എൻ്റെ റൂമിൽ ടേബിളിൻ്റെ പുറത്ത് തുറന്നു വച്ചിരിക്കുന്ന ഒരു പുസ്തകം. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുൻപ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഗിഫ്റ്റായിട്ട് തന്ന ഒരു ഖുർആനിൻ്റെ പരിഭാഷയാണ്, ട്രാൻസ്ലേഷനാണ്. അതിലൊരു പേജ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ആ പേജ് ഞാനിങ്ങനെ എൻ്റെ കണ്ണുടക്കിയ ആദ്യത്തെ വരികൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിങ്ങനെയായിരുന്നു. അദ്ദേഹം പറയുന്നു, അൽഹാകുമുത് തകാസുർ അൽഹാകുമുത് തകാസുർ. മനുഷ്യരെ, തകാസുർ നിങ്ങളെയെല്ലാം അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. തകാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അദ്ദേഹം പറയാണ്,
ഞാൻ ട്രെയിനിൽ വെച്ച് ആലോചിച്ച എല്ലാ മനുഷ്യരിലും പൊതുവായിട്ടുള്ളൊരു ഭാവം എന്താണ് എന്ന് ആ തക്കാസുറിൻ്റെ ആശയങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. തക്കാസുറാണ് എല്ലാ മനുഷ്യരിലും കാണുന്ന ആ പൊതുവായൊരു ഭാവം. എല്ലാ മനുഷ്യരെയും അവരുടെ മനസ്സിനെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതാണ് തക്കാസുർ. തക്കാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. സൂറത്തു തക്കാസുർ നമ്മൾ ഓതിയാൽ തക്കാസുർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ സംഭവം അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലിയോപോൾഡ് വെയ്സ് എന്ന് പറയുന്ന ആ ജൂതനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ ഖുർആനിൻ്റെ ആയത്ത്. പിന്നീട് അദ്ദേഹം ആരായിരുന്നു എന്ന് കേട്ടാൽ നമ്മൾക്ക് അത്ഭുതം വരും. ലോകപ്രസിദ്ധനായിട്ടുള്ള ഇസ്ലാമിക് പണ്ഡിതനും ചിന്തകനും എഴുത്തുകാരനുമൊക്കെയായ മുഹമ്മദ് അസദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പേര് മുഹമ്മദ് അസദ് എന്നായിരുന്നു. റോഡ് ടു മക്ക എന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ. ആ യാത്രാ വിവരണവും ഒക്കെ ഉൾക്കൊള്ളുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥം രചിച്ചയാളാണ് മുഹമ്മദ് അസദ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേരാണ് ലിയോപോൾഡ് വെയ്സ്. ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചത് ഒരു വളരെ ചെറിയ ഒരു ഖുർആനിൻ്റെ ഒരു ശകലം, ഒരു ആയത്ത്. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് സൂചിപ്പിക്കാനല്ല, അത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത് ലോകത്തുള്ള സകല മനുഷ്യന്മാരെയും ഭൂരിപക്ഷം ആളുകളെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, അവരിലെല്ലാവരിലും പൊതുവായിട്ടുള്ളൊരു ഭാവം, അതിനെക്കുറിച്ച് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ്. തകാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. സൂറത്തു തകാസുർ മുഴുവനും ആദ്യാവസാനം നമ്മൾ ഓതിയാലും എന്തിൽ നിന്നാണ് തകാസുർ നമ്മളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതിനുത്തരം ഉത്തരവേ ഉള്ളൂ, എന്തിൽ നിന്നും നിങ്ങളെ അശ്രദ്ധയിലാക്കാൻ തകാസുർ മതി. എന്തിൽ നിന്നാണ് അത്തകാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കുക? എന്തിൽ നിന്നും? നിങ്ങളുടെ ബന്ധങ്ങൾ തകരുന്നതിന് കാരണമാകും. അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കുന്നതിന് തടസ്സമായി നിൽക്കും അത്തകാസുർ. നിങ്ങളുടെ പരലോക ബോധം ഇല്ലാതെയാക്കും അത്തകാസുർ. ഞാനിങ്ങനെ തകാസുർ തകാസുർ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് അതിന് മലയാളത്തിൽ അതിന് സമാനമായ ഒരു പദം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഖുർആൻ പരിശോധിച്ചാൽ അത്തകാസുറിന് പ്രധാനമായും 3 ആശയങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തെ ആശയം എന്ന് പറഞ്ഞാൽ അത്തകാസുർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എല്ലാം മറന്ന് ഒരു നോട്ടവുമില്ലാതെ ഒരു ചിന്തയുമില്ലാതെ പണമുണ്ടാക്കാനുള്ള, സമ്പത്ത് നേടിയെടുക്കാനുള്ള നെട്ടോട്ടം ഓടുക. അതിനാണ് അത്തകാസുർ എന്നതിൻ്റെ ഒരു ആശയം. അതാണ് ഹലാലും ഹറാമും അവന് നോട്ടമില്ല, അവന് ചതിയും വഞ്ചനയും പ്രശ്നമല്ല, മായം ചേർക്കൽ അവന് വിഷയമല്ല. എങ്ങനെയെങ്കിലും സമ്പാദിച്ചാൽ മതി എന്ന ചിന്ത, സമ്പാദിക്കണം സമ്പാദിക്കണം എന്ന ചിന്ത മനുഷ്യന് കടന്നു വരിക, അത് വേണ്ടതാണ്. പക്ഷെ അവിടെ ഹലാലും ഹറാമും നോക്കേണ്ടതുണ്ട്. ചതിയില്ലാതെ ഇരിക്കണം, വഞ്ചനയില്ലാതെ ഇരിക്കണം, വെട്ടിപ്പിടുത്തങ്ങളില്ലാതെ ഇരിക്കണം, കൊള്ളപ്പലിശകളില്ലാതെ ഇരിക്കണം, മായം ചേർക്കലുകളില്ലാതെ ഇരിക്കണം. അങ്ങനത്തെ സമ്പത്താണ് മനുഷ്യന് വേണ്ടത്, മുഅ്മിന് വേണ്ടത്. എന്നാൽ തകാസുർ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ, ആ ഒരു ഭാവം നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ
തക്കാസുർ, എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണമെന്നൊരു ചിന്ത, അതാണ് തക്കാസുറിൻ്റെ ഒന്നാമത്തെ ആശയം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ചുറ്റും. 5 മിനിറ്റ് നേരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇരിക്കാൻ പോലും സമയമില്ലാതെ തിരക്ക്. എന്തിനാ? ഓട്ടമാണ്, സമ്പാദിക്കാനുള്ള, വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടം. രണ്ടാമത്തെ ഒരു ആശയം, അത്തക്കാസുറിൻ്റെ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, എനിക്ക് ആവശ്യമുള്ളത്, എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ പോരാ, എൻ്റെ സഹോദരനേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടാക്കണം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടാക്കണം, എൻ്റെ അയൽവാസിയേക്കാൾ ഞാൻ ഒരു പടി മുന്നിൽ നിൽക്കണം എന്ന ഒരു മാത്സര്യം കടന്നു വരിക. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ, അവിടെ വീട് പണി നടക്കുമ്പോൾ, അനിയൻ്റെ വീട്ടിൽ അനിയൻ്റെ ഭാര്യ അയാൾക്ക് യാതൊരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല, അവിടെ കണ്ടില്ലേ, അത് കണ്ടില്ലേ, അതുപോലെ നമുക്കും വേണ്ടേ, അല്ലെങ്കിൽ അതിനേക്കാൾ നമ്മൾക്ക് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്കുള്ളത് ഉണ്ടായാൽ പോരാ, അവരെക്കാളും മുകളിൽ നിൽക്കണമെന്ന ഒരു മത്സര്യം. എനിക്ക് ജീവിക്കാൻ, സുഖമായി ജീവിക്കാനുള്ളത് ഉണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം ഒന്ന് മുകളിൽ നിൽക്കണമെന്ന ഒരു മത്സര്യത്തിൻ്റെ ചിന്ത. ഇതും വന്നു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. അവിടെയും ഹലാലും ഹറാമും നോക്കാതെയാവും. പലപ്പോഴും ഇബാദത്തുകൾ പോലും നഷ്ടപ്പെടും, തടസ്സപ്പെടും. സംശയമൊന്നും വേണ്ടതില്ല. ഇനി മൂന്നാമത്തെ ഒരാശയം എന്ന് പറഞ്ഞത് ഇതിലും കുറച്ചുകൂടെ കടന്നിട്ടുള്ളൊരാശയമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, എനിക്ക് മറ്റുള്ളവരെക്കാളെല്ലാം ഞാൻ മുൻപന്തിയിൽ, കുറച്ച് മുൻകടന്ന് നിൽക്കണം, എൻ്റെ ചുറ്റുമുള്ള ആളുകളെക്കാളെല്ലാം സമ്പത്തിലും പത്രാസിലും ഞാൻ കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം. അതും കടന്നിട്ടാണ് മൂന്നാമത്തെ ആശയം ഈ തക്കാസുറിന് പണ്ഡിതന്മാർ പറഞ്ഞത്. എനിക്ക് സമ്പാദിച്ചാൽ പോരാ, മറ്റുള്ളവരെക്കാളും മുൻപന്തിയിൽ നിന്നാൽ പോരാ, അതിൻ്റെ ഒരു അഹങ്കാരം കൂടി എൻ്റെ പെരുമാറ്റത്തിലും വർത്തമാനങ്ങളിലും ഉണ്ടാവുക. നമ്മൾ ഇന്ന് ഓതിയ, ഈ ദിവസം നമ്മൾ ഓതിയ, വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിൽ 2 കൂട്ടുകാരുടെ കഥ പറയുന്നുണ്ട്. അതിലൊരു കൂട്ടുകാരൻ സമ്പത്ത് അള്ളാഹു ഒരുപാട് കൊടുത്തപ്പോൾ വല്ലാതെ അഹങ്കരിച്ചപ്പോൾ അവൻ്റെ വർത്തമാനം, അവൻ്റെ ദരിദ്രനായ പാവപ്പെട്ടവനായ അവൻ്റെ സഹോദരനോട്, അവൻ്റെ അയൽവാസിയോട് അവൻ്റെ വർത്തമാനം, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, നീ എന്നെ പരലോകവും അതും ഇതൊന്നും പറഞ്ഞിട്ട് എന്നെ ഭയപ്പെടുത്തണ്ട. അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ, ഞാനാണ് നിന്നേക്കാൾ സമ്പത്ത് ഉള്ളവൻ, ഞാനാണ് ആൾബലമുള്ളവൻ, ഞാനാണ്. എനിക്ക് എവിടെ ചെന്നാലും ഒരു പ്രശ്നമില്ലാതെ രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ ഇഷ്ടമാതിരി പൈസ ഉണ്ട്. ഞാൻ വിളിച്ചാൽ വരാനും എനിക്ക് വേണ്ടി നിൽക്കാനും ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഞാൻ എന്തിന് പേടിക്കണം? ഇനി പരലോകത്തെത്തിയാലും പടച്ചോൻ എന്നെ അവിടെ വെറുതെ വിടും. അത്രയും പ്രമാണിത്വവും തറവാടിത്വവും സ്ഥാനമാനങ്ങളും സ്വാധീനങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ എന്ന അഹങ്കാരത്തിൻ്റെ വർത്തമാനം വരിക. ഖാറൂൻ അതാണല്ലോ പറഞ്ഞത്. ഖാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ഖാറൂൻ, അള്ളാഹു സമ്പത്ത് ഒരുപാട് കൊടുത്തു, വാരിക്കോരി കൊടുത്തു അള്ളാഹു. ആ ഖാറൂനിൻ്റെ ഗോഡൗണുകളുടെയും സമ്പത്ത് സൂക്ഷിച്ച പെട്ടികളുടെയും എല്ലാം താക്കോല് പിടിക്കാൻ ആരോഗ്യമുള്ള മല്ലന്മാരായ കുറേ മനുഷ്യന്മാർ വേണ്ടിയിരുന്നു, ആ താക്കോലുകൾ മാത്രം ചുമന്നുകൊണ്ട് നടക്കാൻ. അപ്പോൾ അയാളുടെ സമ്പത്ത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ആ ഖാറൂനോട് ആളുകൾ പറഞ്ഞു, ബുദ്ധിയുള്ള ബോധമുള്ള പരലോക ചിന്തയുള്ള മനുഷ്യന്മാർ പറഞ്ഞു, ലാ തഫ്റഹ്, ലാ തഫ്റഹ്. എന്താ ലാ തഫ്റഹ് എന്ന് പറഞ്ഞാൽ കിട്ടിയതിൽ അമിതമായിട്ട് അങ്ങ്
അമിതമായിട്ട് ആഹ്ലാദിക്കല്ലേ എന്ന് പറഞ്ഞാൽ മതിമറന്നു പോവല്ലേ. പൈസ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യുന്ന അവസ്ഥയാവല്ലേ. അപ്പൊ കാറൂന്റെ മറുപടി എന്താ? അള്ളാഹു തന്നതല്ലേ, അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ, പടച്ചോന്റെ അനുഗ്രഹമല്ലേ, ഇത് റബ്ബിനോട് നാളെ മറുപടി പറയേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിച്ച ആളുകളോട് കാറൂന്റെ മറുപടി, പടച്ചോനോ? ഏത് പടച്ചോൻ? ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാം കാറൂനോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സക്കാത്ത് കൊടുക്കാൻ നിർദ്ദേശിച്ചു മൂസാ നബി. കാറൂൻ പറഞ്ഞു, സക്കാത്ത് കൊടുക്കുക, എന്തിന് സക്കാത്ത് കൊടുക്കണം? ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും എൻ്റെ അധ്വാനം കൊണ്ടും ഞാൻ ഉണ്ടാക്കിയതല്ലേ, അത് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ എനിക്ക് വേണ്ടി ചെലവഴിച്ചോളൂ. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഈ കാറൂനിയത്ത്, കാറൂനിൻ്റെ ഈ വർത്തമാനം, ഈ ചിന്ത, ഈ ഭാവം പലർക്കും വരാറുണ്ട്. ഞങ്ങളെ പൈസയല്ലേ, ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെലവഴിച്ചോളൂ, ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെലവഴിച്ചോളും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ പണത്തോടുള്ള ആർത്തി, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും മനുഷ്യൻ ചിന്തിക്കുന്ന ആശയുടെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം. എങ്ങനെങ്കിലും സമ്പാദിച്ചാൽ മതി, ആരെ കൊന്നിട്ടായാലും കട്ടിട്ടായാലും പിടിച്ചു പറിച്ചിട്ടായാലും പലിശയായിട്ടായാലും എനിക്കെന്തെങ്കിലും സമ്പാദിക്കണം, കിട്ടണം എന്ന ചിന്ത. പലപ്പോഴും അധ്വാനിക്കാതെ കിട്ടുന്നതിനെ കുറിച്ചാണ് മനുഷ്യന്റെ ചിന്ത. അത് മണി ചെയിനിലായാലും അങ്ങനെയുള്ള എങ്ങനെയെങ്കിലും അധ്വാനിക്കാതെയും എനിക്ക് സമ്പാദിക്കണം. അതുകൊണ്ടാണല്ലോ MDMA ബിസിനസ്സുകാർ, മയക്കുമരുന്നിൻ്റെ ബിസിനസ്സുകാരായിട്ട് പുതിയ ചെറുപ്പക്കാരികളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അധ്വാനിക്കാൻ കഴിയില്ല, വലിയ ലാഭം, വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയായിട്ട് മയക്കുമരുന്ന് ബിസിനസ്സിനെയൊക്കെ ആളുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഇതിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന ഈ തക്കാസുറാണ്. പിന്നെ എനിക്ക് കിട്ടിയ പണം ഞാനത് എങ്ങനെ ചെലവഴിക്കും? ഉപഭോഗ സംസ്കാരം വർദ്ധിച്ചു വരിക. ഞാൻ എൻ്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി എങ്ങനെയും എൻ്റെ പണം ഞാൻ ചെലവഴിക്കും. ഓൺലൈൻ പർച്ചേസുകൾ വർദ്ധിച്ചു വരുന്നു. നമുക്കറിയാം, നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത പല വസ്തുക്കളും 1-2 ദിവസത്തെ നമ്മളുടെ കൗതുകങ്ങൾ കഴിഞ്ഞാൽ അവിടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കും. നമ്മളത് വാങ്ങുന്നത് പലപ്പോഴും അപ്പുറത്ത് അയൽവാസിയുടെ വീട്ടിൽ, കുടുംബത്തിൻ്റെ വീട്ടിൽ ഒക്കെ. അത് വാങ്ങുമ്പോൾ അത് നമുക്കും കിട്ടണമെന്നൊരു ആഗ്രഹം. പലപ്പോഴും പരസ്യങ്ങളും പ്രമോഷനുകളും വല്ലാതെ മനുഷ്യനെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ അടിമയാക്കി മാറ്റുന്നു. ഒരു സോപ്പ്, ആ സോപ്പ് കൊണ്ട് നിങ്ങൾ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ 98% അണുക്കളും ചത്തുപോകുന്നു, 2% അണുക്കൾ അവിടെ ബാക്കിയാകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വിശ്വസ്തത, 100% അണുക്കളും ചത്തുപോയാൽ നമ്മൾ വിചാരിക്കും അങ്ങനെ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇതിലെന്തോ തട്ടിപ്പുണ്ട്. അപ്പോൾ ഒരു 2% അണുക്കൾ അവിടെ ബാക്കിയാവുന്നു. പിന്നീട് നമ്മളൊരു പർച്ചേസിന് ചെല്ലുമ്പോൾ ആ സോപ്പ് നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രമോഷനുകളും അഡ്വർടൈസ്മെൻറ്റുകളും മനുഷ്യനെ വല്ലാതെ നമ്മൾ എന്ത് വാങ്ങണം, എന്ത് കഴിക്കണം, എന്ത് തിന്നണം, എന്ത് ഉടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പരസ്യ കമ്പനികളായി മാറുന്ന ഒരു കാലത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ വാങ്ങിക്കൂട്ടുക. ഒരു വിരൽത്തുമ്പിൽ ഭക്ഷണവും വസ്ത്രവും വീട്ടുപകരണങ്ങളും എന്ത് വസ്തുക്കളും കിട്ടുന്നൊരു ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ കാലത്ത്. അപ്പോൾ വീട്ടിലുള്ള കാരണവന്മാരാരെങ്കിലുമൊക്കെ എന്തിനാ മക്കളെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ പൈസ, അതിന് വാപ്പാക്കെന്താ, വല്യപ്പാക്കെന്താ എന്ന് തിരിച്ചു ചോദിക്കുന്ന കാറൂനീയത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഈ തക്കാസുർ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വലിയ അപകടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ സമ്പത്ത് നമ്മളെ നശിപ്പിക്കരുത്. സമ്പത്തുണ്ടാക്കണമെന്ന ചിന്ത നമ്മളെ നശിപ്പിക്കും. കിട്ടിയ സമ്പത്തും നമ്മളെ നശിപ്പിക്കാനുള്ളതാവരുത്.
അള്ളാഹുവിൻ്റെ നിഅ്മത്താണ്, അനുഗ്രഹമാണ്. സമ്പത്ത് നമ്മളുടെ അടിസ്ഥാനമാണ്. അത് ഹലാലായിട്ടായിരിക്കണം സമ്പാദിക്കുന്നത്, ഹലാലായിട്ടായിരിക്കണം അത് ചെലവഴിക്കുന്നത്. പടച്ചവൻ ഇന്ന് നമ്മളുടെ കയ്യിൽ തന്നു, ഇന്നലെ ആരുടെയോ കയ്യിലായിരുന്നു. നമ്മളുടെ ശ്വാസം ഈ നിമിഷം നിലച്ചുപോയാൽ നമ്മളുടെ പോക്കറ്റിലുള്ളത് പോലും, എന്തിനേറെ നമ്മൾ പുറത്തഴിച്ചു വെച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ പുറത്തഴിച്ചു വെച്ച ആ ചെരുപ്പ് പോലും തിരിച്ചെടുത്തിട്ട് കാലിലെടുത്തിട്ട് പോകാൻ കഴിയാത്തവരാണ് നമ്മൾ. അഹങ്കരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ഭ്രമത്തതയിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരലോകബോധത്തോടുകൂടി ദുനിയാവിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി ദുനിയാവിൽ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.